ലോകത്ത് മുഴുവൻ ഇപ്പോൾ നിരവധിയായ യുദ്ധങ്ങൾ നടന്നു വരികയാണ്. എന്നാൽ പോലും എന്തിൻ്റെ പേരിലാണ് ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ പലരും പറയുന്നത് ജാതിയും മതവും കാരണമാണ് ഇവിടെ യുദ്ധം നടക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഒരു പക്ഷേ വരെ അത് തീർച്ചയായിട്ടും ശരിയാണെന്ന് പറയേണ്ടി വരും. കാരണം പല രാജ്യങ്ങളും പല മതവിശ്വാസികൾ പിടിച്ചടക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് അവരുടെ രാജ്യമാണെന്നും അത് അവർക്ക് വിശ്വാസപ്പെട്ടതാണെന്നുമുള്ള രീതിയിലുള്ള സംസാരമാണ് പല യുദ്ധങ്ങൾക്കും തുടക്കമാവുന്നത്. ഇന്ത്യയിലടക്കം ഇപ്പോൾ അത്തരത്തിലുള്ള പല വിദ്വേഷങ്ങളും യുദ്ധങ്ങളും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് വളർത്തിയെടുക്കുന്നത് ലോകത്തെ തന്നെ ഇല്ലാതാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറും. ഇറാനും ഇസ്രായേലും പാലസ്തീനും ഗാസയും അമേരിക്കയും യുക്രൈനും റഷ്യയും എല്ലാം യുദ്ധത്തിൻ്റെ മുൾമുനയിലാണ്. എന്താണെങ്കിലും രാജ്യത്ത് ഇപ്പോൾ പല രീതിയിലുള്ള യുദ്ധങ്ങൾ നടന്നു വരികയാണ്. എന്നാൽ ഇതൊന്നുമല്ല, നമ്മുടെ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതലായുള്ള മതവിഭാഗം ഏതാണെന്നുള്ള ചോദ്യം വളരെ പ്രസിദ്ധമാവുകയാണ്. ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം, ജൈന, ബുദ്ധ, സിഖ് അങ്ങനെ നിരവധിയായ വ്യത്യസ്തങ്ങളായ മതങ്ങളാണ് ഇപ്പോൾ ലോകത്തുള്ളത്. ഇന്ത്യയിൽ മാത്രമുള്ളവരുടെ പേരാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. എന്നാൽ ഇതിനു പുറമെ വൈവിധ്യമാർന്ന നിരവധി ആളുകളാണ് നമ്മുടെ ലോകത്തുള്ളത്. അവരെ ഒന്നും നമുക്ക് വേർതിരിക്കാൻ സാധിക്കില്ല. കാരണം എണ്ണം തിട്ടപ്പെടുത്താനാണെങ്കിൽ അങ്ങനെ കൃത്യമായൊരു എണ്ണം പോലും ഇപ്പോൾ തിട്ടപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതലുള്ള മതവിഭാഗം ക്രിസ്ത്യാനികളാണെന്നാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തിൻ്റെ മൊത്ത ജനസംഖ്യയിൽ ഏകദേശം 38% ക്രിസ്ത്യൻ ആളുകളാണ് ജീവിക്കുന്നത്. ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ വിശ്വസിക്കുന്ന നിരവധി ആളുകൾ ഇന്ത്യയിൽ അടക്കമുണ്ട്. ഇന്ത്യയിലെ പോപ്പുലേഷനിലടക്കം ഏകദേശം 20% ക്രിസ്ത്യാനികൾ ഉള്ളതായിട്ട് അവകാശപ്പെടുന്നു. അമേരിക്കയിലെ 90% ആളുകളും ക്രിസ്ത്യൻ മതവിശ്വാസം സ്വീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ ക്രിസ്ത്യൻ മതവിഭാഗം വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ളതും ക്രിസ്ത്യൻ മതവിഭാഗമാണ്. രണ്ടാമതായി നിൽക്കുന്നത് മുസ്ലിം ഭരണകൂടമാണ്. സൗദി അറേബ്യ, ഇറാൻ, ഗൾഫ് രാജ്യങ്ങൾ അതുപോലെ തന്നെ മറ്റ് പല പ്രദേശങ്ങളിലും ഇപ്പോൾ മുസ്ലിം ആധിപത്യം വർദ്ധിച്ചു വരികയാണ്. രാജഭരണകാലത്ത് നേപ്പാൾ ഒരു പരിധിവരെ ഹിന്ദുക്കളെ കൂടുതലായിട്ടും ആശ്രയിക്കുന്ന ഒരു രാജ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ മുസ്ലിങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുസ്ലിം വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണോ എന്ന ചോദ്യവും പ്രസിദ്ധമാണ്. പ്രമുഖ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് 2070 ലോകത്ത് ഏറ്റവും കൂടുതൽ മതവിശ്വാസം സ്വീകരിക്കുന്നവർ മുസ്ലിം ആയിരിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് കണക്കുകൾ വ്യക്തമാക്കുന്നത് 2070 ക്രിസ്ത്യാനികളെ പിന്തള്ളിക്കൊണ്ട് മുസ്ലിമുകൾ 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്നതാണ് പ്രമുഖ മാധ്യമം പങ്കുവെക്കുന്നത്. ലോകത്ത് ഏകദേശം 15% ഹിന്ദുക്കളുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ 3ാം സ്ഥാനത്ത് ഹിന്ദുക്കളുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ഹിന്ദുക്കൾ തന്നെയാണ്. എന്നാൽ ലോകത്തെ മൊത്തം നോക്കുകയാണെങ്കിൽ 3ാം സ്ഥാനത്ത് മാത്രമാണ് ഹിന്ദുക്കൾ നിലനിൽക്കുന്നത്. ലോകത്തിലെ പോപ്പുലേഷനിൽ 15% ഹിന്ദുക്കളാകുമ്പോൾ 14% ആളുകൾക്കും ജാതി എന്ന് പറയുന്നത് വ്യക്തമാക്കിയിട്ടില്ല. അതായത് ഏത്തിസ്റ്റുകളായിട്ടോ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ വിശ്വസിക്കാത്ത ആളുകളായിട്ടോ 14% ആളുകളുണ്ട്. ലോകത്തിലെ മൊത്തം പോപ്പുലേഷനിൽ വെറും 0.8% മാത്രമാണ് മറ്റ് മതവിഭാഗങ്ങൾ. അതായത് നമ്മൾ അറിയാത്ത ഇല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കാത്ത പല മതങ്ങളിൽ പെട്ടിട്ടുള്ള ഏകദേശം 8% പോപ്പുലേഷനിലുള്ള ആളുകളും നമ്മുടെ ചുറ്റുമുണ്ട്. വെറും 2% മാത്രമാണ് ജൂതന്മാരുടെ എണ്ണം. അതായത് ഇപ്പോൾ ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൽ ജൂതന്മാരുടെ പേരുകൾ നമ്മൾ അധികം കേട്ടതാണ്. അതിൽ ഇസ്രായേലിൽ നിന്നുള്ള ഏകദേശം 2% ആളുകൾ മാത്രമാണ് ജൂതമതത്തിൽ വിശ്വസിക്കുന്നത്. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള കണക്കുകളാണ് ഇപ്പോൾ മതവിശ്വാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ എത്രത്തോളം വ്യക്തമാണെന്നുള്ള കാര്യമൊന്നും കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. എന്താണെങ്കിലും യുദ്ധം അവസാനിക്കാൻ ഈ ഒരു ജാതി വ്യവസ്ഥയും മതവ്യവസ്ഥയും ഒന്നും കാരണമാവുന്നില്ല എന്ന് ഉറപ്പാണ്. ആളുകൾ തമ്മിലുള്ള വിദ്വേഷം കുറയുമ്പോൾ യുദ്ധങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി അവസാനിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.